നിധി അച്ഛനും ഉണ്ടായതുകൊണ്ടാ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, ഇതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉണ്ടായാൽ മാത്രം പോയാൽ മതി. നിധി അകത്തേക്ക് പോയി കഴിയുമ്പോൾ നികേഷ് വയ്ക്കും, ആ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ നോക്കാല്ലേ, ഇനിയിപ്പോൾ ഈ കാരണം പറഞ്ഞ് എല്ലായിടത്തേക്കും പോകാലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഒരു കള്ളച്ചിരി ചിരിക്കും. നിധി വന്നിട്ട് പറയാണ്, മാട്രിമോണിയിൽ സുഭാഷ് ഏട്ടന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. ശ്രുതി പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കാര്യത്തിൽ വിഷമത്തിലാണ്. ഹരീഷ് പറയും, സുനന്ദയുടെ കല്യാണം നടക്കുമ്പോൾ തന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണം, അതൊരു വാശിയാണ്. നിധി വയ്ക്കും, ആ വാശിയുടെയൊക്കെ കാര്യമുണ്ടോ? ഹരീഷ് പറയും, കാര്യമുണ്ട്. ഇതുവരെ നമ്മൾ എല്ലാവരുടെ മുന്നേ തോറ്റു കൊടുക്കുമായിരുന്നു, ഇനി അതിൻ്റെ ആവശ്യമില്ല. നിധി ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടമാവും. നിധിയെ അച്ഛന് മരുന്ന് കൊണ്ടു കൊടുക്കുകയാണ്. അച്ഛനാദ്യം വേണ്ടെന്നൊക്കെ പറയെങ്കിലും നിധി നിർബന്ധിക്കുമ്പോൾ അച്ഛനത് കഴിക്കും. ഇതൊക്കെ കാണുമ്പോൾ സുഭാഷിന് വലിയ സന്തോഷമാവും. സാന്ദ്ര നിധിയെ ഫോൺ വിളിക്കുകയാണ്. നിധി കുറച്ച് രൂക്ഷമായിട്ടാണ് സാന്ദ്രയോട് സംസാരിക്കുന്നത്. കോളേജിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സാന്ദ്രയോട് നിധി പറയും. സാന്ദ്ര ചോദിക്കും, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാരായിരുന്നു? അയാൾ അരുണേട്ടനോട് മോശമായിട്ട് പെരുമാറിയെന്ന് കേട്ടു, അതുകൊണ്ടാ അരുണേട്ടൻ അയാളെ അടിച്ചതെന്ന് പറഞ്ഞു. നിധി പറയും, അത് സുധിയുടെ അച്ഛനാ, അടിക്കുകയല്ല ചെയ്തത്, കത്തിയെടുത്ത് കുത്തുകയാണ് ചെയ്തത്. ഞാനും ആ ആളും കൂടി ഒരു കേസ് കൊടുത്താൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സാന്ദ്രയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. നിധി സുധിയോട് പോയിട്ട് പറയാണ്, സുഭാഷ് ഏട്ടന് ഒരു കുടുംബം വേണം, സുഭാഷ് ഏട്ടന് ആളൊരു പാവമാണ്. കുറച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ പൊടിയും തട്ടിപ്പോയാൽ സുഭാഷ് ഏട്ടന് പിന്നെ ആരും ഉണ്ടാവില്ല. സുധി വയ്ക്കും, ഞങ്ങളെന്ന് വിശ്വാസമില്ല അല്ലേ? നിധി പറയും, ഇയാളെ ഒട്ടുമില്ല. സുധി പറയും, ആ എൻ്റെ വിധി. ആ തിരക്കിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്തായി? നിധി പറയും, അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. പറഞ്ഞ് നിധി പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. അതിനേക്കാളൊക്കെ എത്രയോ നല്ല ആൾക്കാരും എത്രയോ നല്ല വീടുമാണിത്. സുധിക്കും, ഇപ്പോൾ ഈ വീടൊക്കെ ഇഷ്ടമായോ? നിധി പറയും, വീടും ഇഷ്ടമായി, ഇവിടെയുള്ള ആൾക്കാരെ ഇഷ്ടമായി, ഒരാളൊഴികെ ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാ. സുധി പറയും, അച്ഛനല്ലേ? അച്ഛൻ അങ്ങനെയൊക്കെ തന്നെ. നിധി പറയും, അച്ഛൻ പാവാണ്, ഇയാളാണ്. അതും പറഞ്ഞ് നിധി അവിടുന്ന് പോവും. സുധി മറുപടിയും കേട്ടിട്ട്, ആ അത് ശരി, ഒന്ന് നന്നായി സംസാരിച്ച് വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഓരോ കാര്യമാണ് പറയുന്നത്. സുധി രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഭക്തിഗാനമൊക്കെ പാടുകയാണ്. ഇത് കേട്ടിട്ട് നികേഷും ഹരീഷും ഇങ്ങനെ നോക്കി നിൽക്കും. എന്താണ് ഉദ്ദേശം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. നിധി അങ്ങോട്ട് വരുമ്പോൾ നിധിക്ക് നേരെ ഭസ്മം കൊണ്ട് സുധി ചെല്ലും. നിധി ആ ഭസ്മം എടുത്തിട്ട് നെറ്റിയിൽ തൊടും. നികേഷിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നികേഷും തൊടും. എന്നിട്ട് സുധിയോട് ചോദിക്കും, സ്വാമികൾ കുളിച്ചോ ആവോ? ഇത് കേട്ടിട്ട് നിധി ചോദിക്കും, അയ്യേ കുളിച്ചില്ലേ? ഹരീഷ് പറയും, ഇന്നലെ എങ്ങാനും കുളിച്ചതാ. നിധി പറയും, ആ പാത്രം അവിടെ തിരിച്ചു കൊണ്ടുവെക്ക്. സുധി ആ ഭസ്മം അവിടെ കൊണ്ടുവെക്കുമ്പോൾ സുധി ദൈവത്തിൻ്റെ ഫോട്ടോ നോക്കി പറയും, ശരീരത്തിനല്ല മനസ്സിനാണ് ശുദ്ധി വേണ്ടത്, അത് ഇവർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നിധി പറയും, ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും കൂടി. സുഭാഷ് ഏട്ടന് കണ്ടുവച്ച പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഒന്ന് സംസാരിക്കണം. ആരാ സംസാരിക്കാന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, അത് ഞാൻ സംസാരിച്ചാൽ പോരെ? ഹരീഷ് പറയും, എന്നാൽ ഇപ്പം തന്നെ കൊളാക്കി കൈ തരും. നിധി പറയും, ഇയാൾ സംസാരിച്ചാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ഹലോ, ഇത് സുധിയാണ്, സിറ്റിയിൽ സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഒക്കെ നടത്തുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്.